കാട്ടാനയുടെയും കടുവയുടെയും ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ജനരോഷമുയരുന്ന സമയമാണിത്. എന്നാൽ 2024 മനുഷ്യനെ കൊന്നത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ 10 മടങ്ങാണ്. അതിൽ നല്ലൊരു പങ്കും ചെയ്തത് ലഹരി ഉപയോഗിച്ച ശേഷവും. 335 കൊലപാതകങ്ങളാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം നടന്നത്. 1101 കൊലപാതക ശ്രമങ്ങളുണ്ടായി. ഇതിൽ എത്ര എണ്ണത്തിലാണ് ലഹരി കാരണമായതെന്നറിയാമോ? കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നടന്ന 63 കൊലപാതകങ്ങളിൽ 30 എണ്ണവും ലഹരി ഉപയോഗിച്ച ശേഷം നടത്തിയവയാണ്. കൊലപാതകങ്ങളിൽ പകുതിക്കടുത്ത് നടക്കുന്നത് ലഹരിയുടെ പ്രകമ്പനത്തിലാണ് എന്നാണ് കുറ്റപത്രങ്ങളും കാണിക്കുന്നത്. കേരളം സംഘടിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും ആദ്യം ലഹരിക്കെതിരെയാണ്. ലഹരി ഉപയോഗിച്ച് വീട്ടിലിരുന്നാൽ കുഴപ്പമുണ്ടോ എന്ന ചോദ്യങ്ങൾ പോലും ഇക്കാലത്ത് അപ്രസക്തമാവുകയാണ്. അമ്മയെ കൊല്ലുന്ന മക്കളും അച്ഛനെ കൊല്ലുന്ന മക്കളും പങ്കാളിയെ വെട്ടുന്നവരുമെല്ലാം സിരകളിൽ ലഹരിയുമായി ചെയ്യുന്നതാണ്. നഞ്ചക്ക് വീശി തലയോട്ടി പൊട്ടിക്കാൻ തോന്നുന്ന ആ കൊലപാതക ലഹരി കടന്നു വരുന്നതും രാസലഹരിയുടെ വഴികളിൽ നിന്നാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കേരളത്തിൽ ലഹരിയാകുന്ന കൊലപാതകങ്ങൾ. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോ നാം കേൾക്കുന്ന മിക്ക കൊലപാതക വാർത്തകളുടെയും ഒടുക്കം ഒരു വരി ഉണ്ടാകും: പ്രതി ലഹരിക്കടിമയാണെന്ന് പോലീസ് പറഞ്ഞു. ഇതല്ലെങ്കിൽ മറ്റൊരു വാചകമാകാം: പ്രതി മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നയാളാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇതാണ് ഈ ഓരോ കൊലപാതക വാർത്തയെയും പിന്തുടർന്നു വരുന്ന ആ വാചകം. സാമാന്യ ബുദ്ധി ഉള്ളവർക്കാർക്കും കേരളത്തിൽ ഒരു കൊലപാതകം നടത്താൻ കഴിയില്ല. അതിനുള്ള കാരണം വിദ്യാഭ്യാസത്തിലൂടെ നാം ആർജിച്ച ആ സാമൂഹിക ബോധമാണ്. കൊല തെറ്റാണെന്നും അത് ചെയ്യാൻ നമുക്ക് അവകാശമില്ലെന്നും എല്ലാവർക്കും അറിയാം. ആ ബോധത്തെ മറികടക്കുന്നത് ലഹരിയാണ്. അല്ലെങ്കിൽ ശരിയായ ചികിത്സ കിട്ടാത്ത മാനസിക രോഗങ്ങളാണ്. ഇപ്പോ വിദ്യാഭ്യാസത്തിലൂടെ ആർജിച്ച സാമൂഹിക ബോധത്തെ അപ്രസക്തമാക്കുന്ന നിലയിലേക്ക് ലഹരി വളരുകയാണ്. ആൾക്കൂട്ട കൊലപാതകങ്ങളും കൊലപാതക ശ്രമങ്ങളും ഉണ്ടാകുന്നതും അങ്ങനെയാണ്. 10 വിദ്യാർത്ഥികൾ നിരന്നു നിന്ന് തല്ലുമ്പോൾ വേണ്ടടാ വിട്ടേക്ക് ഇങ്ങനെ പറയാൻ ഒരാൾ പോലും ഉണ്ടാകുന്നില്ല. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റഗ്രാം സന്ദേശങ്ങളിലും കൊലപാതക ആഹ്വാനം വരുമ്പോൾ അത് പാപമാണ്, അത് ചെയ്യരുത് എന്ന് ഒരാളും ഉപദേശിക്കുന്നില്ല. ഇവനെയൊക്കെ തട്ടിക്കളയുന്നതാണ് നല്ലത് എന്ന തോന്നൽ ഒരു ലഹരിയായി ഒരാളിലല്ല ഒരുപാട് പേരിലേക്ക് പടരുകയാണ്. ഇവിടെയാണ് കേരളം ഭയക്കേണ്ടത്. കേരളത്തിൽ ഒരു കൊലപാതകമെങ്കിലും നടക്കാത്ത ഒരു ദിവസം പോലുമില്ല എന്ന് പറയാം. കാരണം ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഓരോ വർഷവും നമ്മുടെ സംസ്ഥാനത്ത് 350 മുതൽ 370 വരെ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പകുതിക്കും കാരണം ലഹരിയാണ്. ഒളിച്ചു കടത്തുന്ന നിരോധിത ലഹരികളാണ് കാരണം എന്നൊന്നും പറഞ്ഞ് കൈയൊഴിയാൻ ആരും നിൽക്കണ്ട. കാരണം ബിവറേജസിൽ നിന്നും വരുനിന്ന് വാങ്ങുന്ന മദ്യം സേവിച്ചും നമ്മുടെ നാട്ടിൽ കൊല നടത്തുന്നവർ കുറവല്ല. ബിവറേജസുകൾക്ക് മുന്നിൽ തന്നെ എത്രയെത്ര ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളുമാണ് നടക്കുന്നത്. പല ജോലി സ്ഥലങ്ങളിലെയും ശുചിമുറികളിൽ നിന്നും ഉപയോഗിച്ച ശേഷം തുപ്പിക്കളയുകയും വലിച്ചെറിയുകയും ചെയ്യുന്ന ലഹരി ബാക്കികൾ കണ്ടെടുക്കുന്നു. ഇത് ഒരു ദിവസത്തെ മാത്രമല്ല, തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ കണ്ടെടുക്കുകയാണ്. ഒരാൾ മാത്രമല്ല, നിരവധി പേർ ഉപയോഗിക്കുന്നതായും കണ്ടെത്തുന്നുണ്ട്. ചെക്കികൾ മുതൽ മെക്കാർഡുമാർ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇൻഫോ ടെക്നോ പാർക്കുകളിൽ മാത്രമല്ല, കെട്ടിട നിർമ്മാണ സ്ഥലങ്ങളിലും രാസലഹരിയുടെ പാക്കറ്റുകൾ ധാരാളമാണ്. അതിഥി തൊഴിലാളികൾ മാത്രമല്ല, മലയാളികളും വ്യാപകമായി ഇവ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ലഹരി കടത്തുകേസിൽ അറസ്റ്റിലാകുന്നവരിൽ 1/5 സ്ത്രീകളാണ് എന്ന നിലയിലേക്കും കേസുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക ലഹരി റാക്കറ്റിനൊപ്പവും പെൺകുട്ടികൾ പിടിയിലാകുന്നുമുണ്ട്. 2024 സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത 2901 ബലാത്സംഗ കേസുകളാണ്. ഇതിൽ നല്ലൊരു പങ്കും ലഹരി ഉപയോഗിച്ച് ചെയ്തവയും. തട്ടിക്കൊണ്ടുപോകൽ കേസുകളിലും തീവയ്പ് കേസുകളിലും മാത്രമല്ല, സ്ത്രീധന പീഡന കേസുകളിൽ പോലും പ്രതികൾ ലഹരി ഉപയോഗിച്ചാണ് പലപ്പോഴും പീഡിപ്പിക്കുന്നത്. 695 ലൈംഗിക അതിക്രമ കേസുകളിലെ പ്രതികളിൽ നല്ലൊരു പങ്കും ലഹരി ഉപയോഗിച്ചവരാണ്. ഭർത്താവും ബന്ധുക്കളും അതിക്രമം കാണിച്ച 4905 കേസുകളുണ്ട്. അതിലും നല്ലൊരു പങ്ക് ലഹരിക്കുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ച 4286 കേസുകളിലും ലഹരിക്കുള്ള പങ്ക് ചെറുതല്ല. ഈ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് അറിയുന്നവരാണ് നമ്മുടെ തലമുറ.
വിദ്യാഭ്യാസം കൊണ്ടുണ്ടായ ആ അറിവിനെ തമസ്കരിക്കുന്ന നിലയിലേക്ക് ലഹരി വളർന്നു കഴിഞ്ഞു. ഹയർ സെക്കൻഡറിയുള്ള സ്കൂളുകളിൽ ബഹുഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട് ലഹരി മരുന്ന് ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട്. ചില അധ്യാപകർ പോലും ഈ ശൃംഖലയുടെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത്. കേരളത്തിൽ എല്ലാ വിഭാഗത്തിലുമായി 1.98 ലക്ഷം ക്രിമിനൽ കേസുകളാണ് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിൽ 20% ലഹരി ഉപയോഗിച്ച് നടത്തവയാണ് എന്നറിയാൻ FIRകളും കുറ്റപത്രങ്ങളും മാത്രം മറിച്ചു നോക്കിയാൽ മതി. നമ്മുടെ നാട്ടില് ഈ വയലൻസ് ആഘോഷിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. അവ നമ്മുടെ വിദ്യാർത്ഥികളെ സ്വാധീനിക്കുന്നത് അക്രമ രീതികൾ അനുകരിക്കുന്നതിലാണ്. എന്നാൽ അതിക്രമത്തിന് കാരണമാകുന്നത് ഈ സിനിമകളാണെന്ന് തീർത്തും പറയാൻ കഴിയില്ല. സമൂഹത്തിൽ പൊതുവെ ബാധിച്ചിരിക്കുന്ന അരാജകത്വമാണ് ഈ അതിക്രമങ്ങളുടെ എല്ലാം കാരണം. ലഹരി ആ അരാജകത്വത്തെ വർദ്ധിപ്പിക്കുന്നു. നിസാര കാര്യത്തിന് പോലും അതിക്രമത്തിലേക്ക് നീങ്ങുന്നവർ സിനിമകൾ കാണിച്ചു കൊടുക്കുന്ന വഴികൾ ഉപയോഗിക്കുന്നുണ്ടാകാം. പക്ഷെ അടിസ്ഥാനപരമായ പ്രശ്നം സിനിമയല്ല. സിനിമയിൽ കാണുന്നത് ഭാവനയാണെന്നും അത് ജീവിതമല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകാനാണ് നമ്മളെല്ലാവരും സ്കൂളിൽ പോയതും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതും, അല്ലെ? പ്രാഥമിക വിദ്യാഭ്യാസത്തിലൂടെ തന്നെ ലഭിക്കുന്ന ഒരു ബോധമാണത്. പക്ഷേ സംവിധായകൻ ഭാവനയിൽ കാണുന്നതെല്ലാം തലമുറ ജീവിതത്തിൽ അനുകരിക്കുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന്റെ പ്രശ്നമാണ്. മാനസിക ദൗർബല്യമുള്ളവർ നടത്തുന്ന കൊലപാതകങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗം മനഃശാസ്ത്ര ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ്. തലവേദനയും നെഞ്ചുവേദനയും ഒക്കെ വരുമ്പോൾ നമ്മൾ ചികിത്സിക്കുന്നത് പോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾക്കും ചികിത്സ അനിവാര്യമാണ്. പിന്നെയുള്ളത് ലഹരി. അതിന് ഒരു ചികിത്സയും ഫലിക്കില്ല. സമ്പൂർണമായ ഉന്മൂലനം മാത്രമാണ് പ്രതിവിധി. നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്കൊന്നും ശരിയായ വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ടല്ല അവർ വഴിതെറ്റുന്നത്. ശരിയല്ലാത്ത ലഹരിയും ചിന്തകളും കിട്ടുന്നത് കൊണ്ടാണ്. അധ്യാപകരുടെ കയ്യിൽ ചൂരൽ കൊടുത്തത് കൊണ്ടൊന്നും ഇതിന് ഒരു പരിഹാരമുണ്ടാകില്ല. കാരണം ശിക്ഷകരുടെ തലമുറയൊക്കെ എന്നേ അപ്രസക്തമായി കഴിഞ്ഞു. വഴിതെറ്റിക്കുന്ന ലഹരി തടയുന്നതിലാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. പാഠ്യപദ്ധതി പരിഷ്കരിച്ചുകൊണ്ട് അത് സാധ്യമാകണമെന്നില്ല. ഇങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ട് സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം.